അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1476, സൂറത്തുൻ നഹൽ 116, 117 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون متاع قليل ولهم عذاب أليم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولا تقولوا നിങ്ങൾ പറയരുത് ലിമാ തസിഫു അൽസിനതുക്കും അൽ കദിബ, നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കള്ളം നിങ്ങൾ പറയരുത്. എന്ത് കള്ളം? ഹാദാ ഹലാലുൻ, ഇത് ഹലാല അനുവദനീയമാണ്, വഹാദാ ഹറാമുൻ, ഇത് ഹറാമാണ് എന്നിങ്ങനെ നിങ്ങളുടെ നാവ് വിശേഷിപ്പിക്കുന്നതിനനുസരിച്ച്, അഥവാ നിങ്ങൾക്ക് വായിൽ തോന്നുന്നതിനനുസരിച്ച് നിങ്ങൾ കളവ് പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണ് വാസ്തവത്തിൽ അത് മുഖേന നിങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിന്റെ പേരിൽ കളവ് നിർമ്മിച്ചു പറയുന്ന ആളുകൾ ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല തന്നെ. മതാഉൻ ഖലീലുൻ, അവർക്ക് ഇവിടെ ഒരു ചെറിയ സുഖമുണ്ട്. വലഹും അദാബുൻ അലീം, എന്നാൽ പരലോകത്ത് അവരെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് 115ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചത് ഹറാം ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ടാണ്. ഇന്നമാ ഹറമ അലൈക്കും അൽ മൈത്തത എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ ഹറാമാണ് എന്ന് കൃത്യമായി അല്ലാഹു തആല വിശദീകരിച്ചുവല്ലോ. അപ്പൊ അത് വിശദീകരിച്ചപ്പോ അതുമാത്രമാണ് ഹറാം എന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ, അഥവാ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതു മാത്രമാണ് ഹറാമാവുക. എന്നാൽ വായിൽ തോന്നിയതുപോലെ പലതും ഹറാമാക്കുന്ന ശൈലി ആര് സ്വീകരിച്ചിരുന്നു? അറേബ്യൻ മുശ്രിക്കുകൾ സ്വീകരിച്ചിരുന്നു. അപ്പൊ ആ നിലപാട് ശരിയല്ല എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ് ഇവിടെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമുകളെ ഈ 4 കാര്യങ്ങളിൽ ക്ലിപ്തപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല ഇതിനെ ശക്തിപ്പെടുത്തുകയും, അഥവാ ഈ 4 തന്നെയാണ് ഹറാമ്, അതിനപ്പുറത്തേക്ക് അത് നീക്കിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മുശ്രിക്കുകൾ ഈ വിഷയത്തിൽ ചിലപ്പോൾ കൂട്ടുകയും ചിലപ്പോൾ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നയവ്യത്യാസത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. അത് വളരെ മോശമാണ് എന്ന് അല്ലാഹു തആല സ്ഥാപിക്കുകയാണ്. കാരണം അവർ ബഹീറ, സായിബ, വസീല, ഹാമ് എന്നിങ്ങനെ പല മൃഗങ്ങളെയും ഇതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഹറാം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു നിശ്ചയിക്കാത്തൊരു സംഗതി ഹറാം എന്ന് പറയുന്ന രീതി ശരിയല്ല. അതേപോലെ ചില മൃഗങ്ങളെ സംബന്ധിച്ച് അവർ പറയും, എന്ത് ഹാദാ ഹാദിഹിൽ അൻആം വകാനൂ യഖൂലൂന മാ ഫീ ബുത്തൂനി ഹാദിഹിൽ അൻആം ഖാലിസത്തുൽ ലിദുകൂരിനാ വമുഹറമുൻ അലാ അസ്വാജിനാ. ചില മൃഗങ്ങളുടെ വയറ്റിലുള്ളത് അത് ആ മൃഗത്തെ ഞങ്ങൾക്കേ തിന്നാൻ പറ്റൂ, അല്ലെങ്കിൽ അതിന്റെ പാല് ഞങ്ങൾക്ക് പുരുഷന്മാർക്കേ കുടിക്കാൻ പറ്റൂ, സ്ത്രീകൾക്ക് പറ്റില്ല എന്നിങ്ങനെയൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഹറാമും ഹലാലും അവർക്ക് തോന്നിയതുപോലെ അവർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോ ഫഖദ് സാദു ഫിൽ മുഹറമാത്തി, ഹറാമുകൾ അവർ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ സാദു ഫൈലൻ ഫിൽ മുഹല്ലലാത്തി, ഹലാലുകളും അവർ വർദ്ധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഹറാമാക്കിയതും ചിലത് ഹലാലാണെന്ന് അവർ പറഞ്ഞു. ലിഅന്നഹും ഹല്ലലുൽ മൈത്തത വദ്ദമ വലഹമൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ. നേരത്തെ കഴിഞ്ഞ 115ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല ഹറാമാണെന്ന് പറഞ്ഞ ശവവും അതേപോലെ തന്നെ രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമം പറഞ്ഞ അർത്ഥതും
അതെല്ലാം ഹലാലാണെന്നായിരുന്നു അവരുടെ വാദം. അപ്പൊ അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും അള്ളാഹു ഹലാലാക്കിയത് ഹറാമാണെന്ന് പറയുകയും ചെയ്യുന്ന രീതിയാണ് അവർക്കുണ്ടായത്. അപ്പോൾ ഫല്ലാഹു തആല ബയ്യന, അള്ളാഹ് വിശദീകരിക്കുകയാണ് അന്നൽ മുഹറമാത്തി ഫീ ഹാദിഹിൽ അർബഅ, ഹറാമാക്കപ്പെട്ടിട്ടുള്ളത് ഈ 4 കാര്യങ്ങളിലുള്ളതാണ്. വബയ്യന അന്നൽ അഷ്യാ അല്ലത്തി യഖൂലൂന ഇന്ന ഹാദാ ഹലാലുൻ വഹാദാ ഹറാം, ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന രൂപത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെദിബുൻ വഫ്തിറാഉൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലിൽ അവർ നിർമ്മിച്ചുണ്ടാക്കി പറയുന്ന കല്ലുവെച്ച കളവാണ് എന്ന് അള്ളാഹു തആല വിശദീകരിക്കുകയാണ് ഈ സൂക്തത്തിലൂടെ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശരി, ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഇത്രയാണ്, വലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലിമാ തസിഫു അൽസിനതുക്കും, നിങ്ങളുടെ നാവ് വിവരിക്കുന്നതിനനുസരിച്ച് അഥവാ വായിൽ തോന്നുന്നതിനനുസരിച്ച് നിങ്ങൾ പറയരുത് അൽ കദിബ, കളവിനെ പറയരുത്. എന്താണ് നിങ്ങൾ പറയണ കളവ്? ഹാദാ ഹലാലുൻ, ഇത് ഹലാലാണ് അനുവദനീയമാണ്, വഹാദാ ഹറാമുൻ, ഇത് ഹറാമാണ് വിലക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ച്, നിങ്ങളുടെ നാവ് വഴങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾ വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയുന്ന ശൈലി നിങ്ങൾ സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തം എന്താണ്? ലിതഫ്തറു അലല്ലാഹിൽ കദിബ, ഇത്തരമൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ മേലിൽ നിങ്ങൾ കളവ് നിർമ്മിച്ചു പറയുന്നവരാവുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹ് ഹറാമാക്കാത്തൊന്ന് ഹറാമാന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല, നമുക്കതിന് അവകാശമില്ല. അള്ളാഹുവിന്റെ മേലിൽ കളവ് നിർമ്മിച്ചു പറയുക എന്ന പണിയാണെങ്കിലോ അത് ഗുരുതരമായ കുറ്റമാകുന്നു. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിന്റെ മേലിൽ കളവ് നിർമ്മിച്ചു പറയുന്ന ആളുകൾ ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല തന്നെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. അപ്പോ അറേബ്യൻ മുശ്രിക്കുകൾ നടപ്പാക്കിയിരുന്ന ഒരു നിലപാടിനെ അള്ളാഹു തആല ചോദ്യം ചെയ്തതാണ് നമ്മൾ കണ്ടത്. ബഹുദൈവ വിശ്വാസികൾ തങ്ങൾക്ക് തോന്നിയ പോലെ പലതും അനുവദിക്കുകയും അതേപോലെ നിഷിദ്ധമാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ അനുവദിക്കുകയും നിഷിദ്ധമാക്കുകയും ചെയ്യുന്നതിന് അവരുടെ മുന്നിൽ അവരോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണം എന്താണ്? ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നതിനൊക്കെ ഞങ്ങളെ രേഖ എന്താ? വൈദാ ഫഅലു, സൂറത്തുൽ അഅറാഫ് 7-ാം അധ്യായം, ആ സൂറത്തുൽ അഅറാഫിന്റെ 28-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു തആല പറഞ്ഞത് കാണാം. വൈദാ ഫഅലു ഫാഹിഷതൻ ഖാലു വജദ്നാ അലൈഹാ ആബാഅനാ വല്ലാഹു അമറനാ ബിഹാ ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാഇ അൻ തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. വൈദാ ഫഅലു ഫാഹിഷതൻ, അവർ വല്ല വൃത്തികേടുകളും ചെയ്താൽ, മ്ലേച്ഛമായിട്ടുള്ള തീരെ മാന്യമല്ലാത്ത സഭ്യമല്ലാത്ത പ്രവർത്തനങ്ങൾ അവർ നടത്തിയാൽ, കാലു അതിന് ചോദ്യം ചെയ്യൂല ആളുകൾ സ്വാഭാവികമായും. മോശമായത് ചെയ്യുമ്പോ, മാന്യമല്ലാത്ത ശൈലികളിലേക്ക് ഇടപെടുമ്പോ ആളുകൾ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, മാന്യന്മാരല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചാൽ അവരുടെ മറുപടി എന്താ? വജദ്നാ അലൈഹ ആബാഅന, ഇങ്ങനെയാണ് ഞങ്ങളുടെ പിതാക്കൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. വല്ലാഹു അമറനാ ബിഹ, അത് തന്നെയാണ് അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുമുള്ളത് എന്ന് അവരങ്ങ് വെച്ച് കാച്ചു. മനസ്സിലായോ? അള്ളാഹു ഇങ്ങനെയാണ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങളെ പിതാക്കൾ അങ്ങനെ ചെയ്തത്, ആ പിതാക്കൾ ചെയ്തത് തന്നെയാണ് ഞങ്ങളും ചെയ്യുക എന്നവർ പറയും. എന്നാൽ ആ പറയുന്നത് തീരെ ശരിയല്ല തന്നെ. എന്തുകൊണ്ട്? ഖുൽ, അങ്ങ് പറയണം നബി അതിന് മറുപടി, ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ മോശമായ കാര്യങ്ങൾ കൽപ്പിക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്നതൊക്കെ എത്ര മോശമാണ്, വൃത്തികേടാണ്, ഇങ്ങനത്തെ വൃത്തികേടുകളൊന്നും അല്ലാഹു തആല കൽപ്പിക്കുകയില്ല. എന്നിട്ട് അവരോട് ചോദിക്കൂ, തങ്ങൾ തഖൂലൂന അലല്ലാഹി, അല്ലാഹുവിന്റെ മേലിൽ നിങ്ങൾ പറയുകയാണോ മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു അങ്ങനെ ഞങ്ങളോട് കൽപ്പിച്ചു, അതുകൊണ്ടാണ് ഞങ്ങളെ പിതാക്കൾ അങ്ങനെ ചെയ്തത് എന്ന് ചുമ്മാ നിങ്ങളങ്ങ് വിളിച്ചു പറയുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫ് 28-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ശൈലിയാണ് അവിടെ സൂചിപ്പിച്ചതെങ്കിൽ ആ ശൈലിയെ നിരാകരിക്കുകയാണ് ഇവിടെ. സൂറത്തുൽ നഹലിന്റെ 116-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല അവരുടെ ആ ശൈലിയെ നിരാകരിക്കുകയാണ്. ആ സൂക്തം ഞാൻ നേരത്തെ പറഞ്ഞ വല്ല വൃത്തികേടുകൾ അവർ ചെയ്യുമ്പോൾ അവർ പറയും ഞങ്ങളെ പിതാക്കൾ ഇങ്ങനെ ചെയ്യണതാ കണ്ടത്,
അള്ളാഹു ഞങ്ങളോട് ഇങ്ങനെ തന്നെയാണ് കൽപ്പിച്ചത് എന്ന് പറയും. ആ ആയത്തിന്റെ പശ്ചാത്തലം എന്താ? ആ ആയത്തിന്റെ പശ്ചാത്തലം അവര് നഗ്നരായി കഅബം തവാഫ് ചെയ്യുമായിരുന്നു. വസ്ത്രങ്ങളില്ലാതെ കഅബം തവാഫ് ചെയ്യും. അതിനവർ യുക്തിവാദം ഉന്നയിച്ചു. എന്ത്? ഞങ്ങളൊക്കെ സാധാരണഗതിയിൽ തെറ്റ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തവാഫ് എന്ന് പറഞ്ഞ കഅബത്തിന് തവാഫ് പറഞ്ഞ ഒരു സംഗതി ചെയ്യുന്നത് മോശമാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്ത വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ നല്ല ഉഷാറിൽ തവാഫ് ചെയ്യാണ്. പൊട്ടത്തരം പറയുമ്പോ അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്ത വസ്ത്രത്തെക്കാൾ പ്രാധാന്യം തെറ്റ് ചെയ്ത ശരീരത്തിനല്ലേ? അപ്പൊ ഈ ശരീരം കൊണ്ട് പിന്നെ ഇവരെങ്ങനെയാ തവാഫ് ചെയ്യല്? അപ്പൊ അതൊക്കെ കഥയിൽ ചോദ്യമില്ലാറിഞ്ഞ പോലെയാണ് ഇവരുടെ വിവരക്കേടുകളുടെ ഒരു ന്യായീകരണം. അപ്പൊ ആ ന്യായീകരണം നടത്തുന്ന ആളുകൾ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കൾ എങ്ങനെയാണ് കണ്ടത് ഞങ്ങൾ അതുപോലെ ചെയ്യും. അതന്നെ ഇവിടെയും സായിബ, വസീല, ഹാബ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതും അവര് ഹറാമാണെന്ന് പ്രഖ്യാപിച്ചു. അള്ളാഹു തആല ആണെങ്കിൽ അത് ഹറാമാക്കിയിട്ടുമില്ല. അള്ളാഹ് ഹറാമാക്കാത്തത് നമുക്ക് തോന്നിയതുപോലെ ഹറാമാക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ സൂക്തത്തിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു തആല ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. എന്ത്? അള്ളാഹു തആല ഹറാമാക്കാത്തത്, അള്ളാഹു തആല വിലക്കാത്തത് ഒരിക്കലും തന്നെ നമുക്ക് വിലക്കാൻ അധികാരമില്ല. അള്ളാഹു അനുവദിക്കാത്തത് നമുക്ക് അനുവദിക്കാനും നിവൃത്തിയില്ല. ഇതാണല്ലോ സംഗതി. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് പൊതുവായിട്ട് പറയുമ്പോൾ ചിലരുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു സംശയമുണ്ട്. ആ സംശയത്തിന്റെ ഉത്തരവും കൂടെ നമ്മൾ കാണണം. എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പുതിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അള്ളാഹ് ഹറാമാക്കിയോ ഹലാലാക്കിയോ എങ്ങനെ തിരിയും? അതേപോലെ തന്നെ അള്ളാഹ് ഹറാമാക്കിയത് ഹറാമാകുക, ഹലാലാക്കിയത് ഹലാലാവുക എന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പണ്ഡിതന്മാർ ഓരോ സംഗതികൾ ഇപ്പൊ ഇമാമുകൾ പലതും പറഞ്ഞില്ലേ, അവരെങ്ങനെ നമ്മൾ സ്വീകരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. സ്വാഭാവികമായും അത്തരമൊരു സംശയം ഒരാൾക്ക് കടന്നു വരുമെങ്കിൽ അതിന്റെ നിവാരണവും അനിവാര്യമാണ്. അതുകൊണ്ട് ഏതാനും വാക്കുകൾ അത് സംബന്ധമായി ഞാൻ സൂചിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഖുർആനും അതേപോലെ തന്നെ ഹദീസുകളും ആ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി അർഹരായ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതും ബന്ധപ്പെട്ട നിയമങ്ങളും ഫത്വകളും നൽകുന്നതും അള്ളാഹു അധികാരം നൽകിയതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹ് ഹലാലാക്കിയത് പറഞ്ഞതിന്റെ പരിധിയിൽ അത് വരും. അള്ളാഹ് ഹലാലാക്കാത്തത് ഹലാലാക്കുക എന്ന് പറഞ്ഞ പ്രശ്നം അവിടെ പിന്നെ വരുന്നില്ല. കാരണം ഇമാമുകൾ അവരുടെ സ്വന്തം വകയിലല്ല ഒരു സംഗതിയും പറയുന്നത്. കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. അള്ളാഹു തആല വിശ്വസിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കളൊക്കെ അതിന്റെ അർഹർക്ക് പിന്നെ തിരിച്ചു നൽകണമെന്നും വിധിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ നീതിയോടെ വിധിക്കണമെന്നും കൽപ്പിച്ചു. അപ്പൊ വിധി കൽപ്പിക്കുമ്പോൾ നീതിയോടെ വിധി കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ വിധി കൽപ്പിക്കാൻ കഴിവുള്ള ആളുകൾക്ക് അപ്പണി ചെയ്യാമെന്ന് തന്നെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അവ വിധിക്കുമ്പോൾ നീതിപൂർവ്വം വിധിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിലും മുത്തനബിന്റെ സുന്നത്തിലൊക്കെ സ്ഥിരപ്പെട്ട ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ വിധികൾ നടത്തേണ്ടത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ യോഗ്യരായ ആളുകളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ യോഗ്യരായ ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകേണ്ടി വരും. അപ്പൊ ഈ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അനിവാര്യമായ പുതിയ പുതിയ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള കെൽപ്പും കഴിവും യോഗ്യതയുമുള്ള ആളുകൾ ആ പണി കൃത്യമായിട്ട് നിർവഹിക്കണം. ഇത് ഖുർആൻ തന്നെ സൂറത്തുൻ നിസാഇന്റെ 59-ാമത്തെ ആയത്തിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുടലെടുത്താൽ
ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി, അതിനെ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം എന്ന് നേരത്തെ പറഞ്ഞതിലേ പെട്ടില്ലേ? പിന്നെ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ചാ പിന്നെ തർക്കം എങ്ങനെ ഉണ്ടാവണേ? അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് ആദ്യം പറഞ്ഞതല്ലാത്ത മറ്റൊരു സംഗതിയാണ് ഈ പറയുന്നതെന്ന് ഏത് ചെറിയ ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ അതെന്താണ്? അള്ളാഹിനെയും റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ അള്ളാഹുവും റസൂലും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് പറഞ്ഞ സംഗതികൾ ഉണ്ടാവും. ആ സംഗതികളിൽ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നാണ്. തർക്കം വരലെപ്പോഴാ? തർക്കം വരല് ആ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം അള്ളാഹു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് തർക്കം വരിക. അപ്പൊ ആ തർക്കം വരുമ്പോ അള്ളാഹുവും റസൂലും പറഞ്ഞ സ്ഥിരപ്പെട്ട സംഗതികളിലുള്ളതിനോട് താരതമ്യപ്പെടുത്തി അതെങ്ങനെയാണോ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്ന് യോഗ്യരായ ആളുകൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. എന്നിട്ട് അവർ മനസ്സിലാക്കി തരുന്നത് നമ്മൾ അനുസരിക്കുകയും വേണം. അതാണ് ഉലുൽ അംറിനെ സ്വീകരിക്കുക. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. യാനി അഹ്ലൽ ഫിഖ്ഹി വദ്ദീൻ, കണ്ടോ, കർമ്മശാസ്ത്രം അറിയുന്ന, ദീനിന്റെ നിയമങ്ങൾ അറിയുന്ന പണ്ഡിതന്മാർ, അവരെ സ്വീകരിക്കണം എന്നാണ് ഒരർത്ഥം. ഭരണാധികാരികളെ സ്വീകരിക്കണമെന്നും അർത്ഥമുണ്ട്. അത് രണ്ടും വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. രണ്ടും ശരിയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്നെ ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് രേഖപ്പെടുത്തിയത് കാണാം. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രസ്താവന എന്താണ്? ലാ യസാലു നാസു ബിഖൈരിൻ മാ അല്ലമു സുൽത്താൻ വൽ ഉലമാ. പണ്ഡിതന്മാരെയും അതേപോലെ ഭരണാധികാരിയെയും ഒക്കെ ആദരിക്കുന്ന കാലത്ത് ജനങ്ങൾ നന്മയിലായിക്കൊണ്ടിരിക്കും. ആ ഫൈദ അല്ലമു ഹാദൈനി, ഈ രണ്ടു വിഭാഗത്തെ ബഹുമാനിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ മുന്നോട്ട് പോയാൽ അസ്ലഹ അല്ലാഹു ദുനിയാഹും വ ഉഖ്റാഹും, അവരുടെ ദുനിയാവും ആഖിറും അല്ലാഹു നന്നാക്കും. അതേസമയത്ത് വൈദസ്തഖഫു ബിഹാദൈനി, ഈ രണ്ട് വിഭാഗത്തെ, ഈ രണ്ട് സംവിധാനങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഘട്ടം വന്നാലോ അഫ്സദ ദുനിയാഹും വ ഉഖ്റാഹും, അവരുടെ ദുനിയാവും ആഖിറും അല്ലാഹു സുബ്ഹാനഹു വ തആല നാശത്തിലാക്കുകയും ചെയ്യും എന്ന് മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രസ്താവന കൂടി ഇമാം ഖുർത്തുബി തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നത് കാണാം. അപ്പോ അള്ളാഹുവും റസൂലും കൃത്യമായി നേരെ ചൊവ്വേ തീരുമാനം പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ സ്വാഭാവികമായും എന്താണ് അതിന്റെ നിവാരണം എന്നത് സംബന്ധമായി യോഗ്യരായ ആളുകൾക്കിടയിൽ തർക്കം ഉടലെടുക്കും. അങ്ങനെ തർക്കം ഉടലെടുത്താൽ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ വരും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അങ്ങനെ വന്നാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മടക്കണ പണി ആരുതാ? എല്ലാ അണ്ടന്റെയും അടകോടന്റെയും പണിയാണോ മടക്കല്? അള്ളാഹ് ഖുർആനിക്കും സുന്നത്തുക്കും മടക്കുക നമ്മുടെ നാട്ടിൽ ഒരു കഥയില്ലാത്ത സാധുക്കളൊക്കെ പറയാറുണ്ട്. അങ്ങനെ എല്ലാവരും മടക്കല് എന്നാണോ? അല്ല. ഇമാം ഖുർത്തുബി തങ്ങൾ തന്നെ വിശദീകരിച്ചു. എന്ത്? വഅമറ തആല ബിറദ്ദിൽ മുതനാസഇ ഫീഹി ഇലാ കിതാബില്ലാഹി വസുന്നത്തി നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലേക്കും മുത്തനബിന്റെ സുന്നത്തിലേക്കും മടക്കണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ മടക്കൽ വലൈസ ലിഗൈരിൽ ഉലമാഇ, അറിവുള്ള പണ്ഡിതന്മാരല്ലാത്തവർക്ക് ഇല്ല മഅരിഫത്തു കൈഫിയത്തി റദ്ദിൽ കിതാബി വസുന്ന, ഖുർആനിക്കും സുന്നത്തുക്കും എങ്ങനെ മടക്കുക എന്നുള്ള അറിവില്ല, അവർക്കേ ആ അറിവുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? വയദുല്ലു ഹാദാ അലാ സിഹത്തി കൗനി സുആലിൽ ഉലമാഇ വാജിബൻ, പണ്ഡിതന്മാരോട് ചോദിക്കൽ ശരിയാണ്, അത് നിർബന്ധമാണ് എന്ന് ഈ ആയത്ത് മനസ്സിലാക്കി തരും. അതോടൊപ്പം തന്നെ വംതിസാലി ഫത്വാഹും ലാസിമൻ, അങ്ങനെ പണ്ഡിതന്മാർ യോഗ്യരായ ആളുകൾ ഒരു തീരുമാനം നമുക്ക് എടുത്തു തന്നാൽ, ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം അവർ നമുക്ക് എടുത്തു തന്നതിന്റെ സാധുക്കളായ നമ്മൾ, അറിവില്ലാത്ത നമ്മൾ, ആ തീരുമാനത്തെ അനുസരിക്കലും നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് കാണാം. അപ്പൊ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വായിൽ വന്നതുപോലെ എന്തും പറയാൻ നമുക്ക് അധികാരമില്ല. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ അള്ളാഹും റസൂലും എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് തിരിയായ്മയുണ്ടെങ്കിൽ ഏറ്റവും യോഗ്യരായ തിരിയുന്ന ആളുകൾ എന്താണോ ആ വിഷയത്തിൽ പറഞ്ഞു വെച്ചത് അതിന്റെ കൂടെ നിൽക്കണം. അതാണ് നമ്മൾ മദ്ഹബ് സ്വീകരിക്കാതെ ഈ കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ, ചിന്താശേഷിയുള്ളവർ പറയുന്നത്. എന്നാൽ ഒരു കഥയില്ലാത്ത സാധുക്കൾ നമുക്കതൊന്നും വേണ്ട, നമുക്ക് നേരെ ഖുർആനിക്കും സുന്നത്തുക്കും പോകാം എന്ന് പറയുന്നതിന്റെ പൊള്ളത്തരം ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ പ്രസ്താവനയിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് എന്ത് ചെയ്യരുത്? നിങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ച് പറയരുത് എന്ന് പറഞ്ഞത് മുശ്രിക്കുകളെ പറ്റിയാണ് പ്രഥമമായി പറഞ്ഞതെങ്കിലും
അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് എന്നിമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ്? വഗൈറു ദാലിക മിമ്മാ കാന ശർഅൻ ലഹും ഇബ്തദഉഹു ഫീ ജാഹിലിയതിഹിം. മനസ്സിലായേ? ഹലാല് ഹറാമോ ബഹീറ സായിബ തുടങ്ങിയിട്ട് പലതും ഇസ്ലാമിലില്ലാത്ത സംഗതികൾ അവർ നിയമമാക്കുകയും അത് പാടില്ല എന്ന് പറയുകയും ചെയ്തത് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്, ഇവിടെ പറഞ്ഞത് അടിസ്ഥാനപരമായി. എന്നാൽ അതിൽ മാത്രം ലിമിറ്റഡ് അല്ല. യദ്ഖുലു ഫീ ഹാദാ, ഈ പറഞ്ഞ നിയമത്തിൽ ഉൾക്കൊള്ളുന്നതാണ് കുല്ലു മൻ ഇബ്തദഅ ബിദ്അതൻ ലൈസ ലഹു ഫീഹാ മുസ്തനദുൻ ശർഇയ്യുൻ. ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഇസ്ലാം മതത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ പുത്തൻവാദങ്ങളും ഇതിൽപ്പെടും. വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നപോലെ പറയാ എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ ബിദ്അത്തുണ്ടാക്കലും പെടും. ഔ ഹല്ലല ശൈഅൻ മിമ്മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ ഒരു സംഗതി ഹലാലാക്കൽ. ഔ ഹറമ ശൈഅൻ മിമ്മാ അബാഹല്ലാഹ്, അല്ലാഹു ഹലാലാക്കിയ ഒരു സംഗതി ഹറാമാക്കൽ. ബിമുജറദി റഅയിഹി വ തശഹീഹി, അവന്റെ വികാരത്തിനും അഭിപ്രായത്തിനും അനുസരിച്ച് മാത്രം ഹലാലും ഹറാമും പ്രഖ്യാപിക്കുന്ന രീതി, അത് ഈ പറഞ്ഞ ആക്ഷേപത്തിന്റെ അല്ലെങ്കിൽ നിഷേധത്തിന്റെ പരിധിയിൽ, വിരോധത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണത്. പുത്തൻവാദികളായിട്ടുള്ള ആളുകൾ ഓരോ ദിവസവും ഇന്നവർക്കൊരു കാര്യം ഹലാലേക്കും, നാളെ അത് ഹറാമാവും, മറ്റന്നാൾ വീണ്ടും അത് ഹലാലാവുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നിയതുപോലെ ഹലാലും ഹറാമും ഉണ്ടാക്കാൻ അവകാശമല്ല. മറിച്ച് യോഗ്യരായ പണ്ഡിതന്മാർ, ഇമാമുകൾ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അവരോട് ചോദിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു പോകലാണ് നമുക്ക് കരണീയം എന്നുകൂടി ഇവിടെ മനസ്സിലാക്കണം. അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ റൂട്ട് മാത്രമേ അള്ളാഹു പൊരുത്തപ്പെടുന്ന റൂട്ടായിട്ട് ഈ വിഷയത്തിലുള്ളൂ എന്ന വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ച് നിങ്ങൾ ഹലാലും ഹറാമും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹിന്റെ മേലിൽ നുണ കെട്ടി പറയുന്നവരാകും, അള്ളാഹുവിന്റെ മേലിൽ കളവ് കെട്ടി പറയുന്ന ആളുകൾ വിജയിക്കുകയില്ല എന്ന് ഉണർത്തിയതിനു ശേഷം അള്ളാഹു പറഞ്ഞു മത്താഉൻ ഖലീലുൻ. എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ചില സുഖങ്ങൾ ഉണ്ടാകും, ഒരു അല്പ സുഖം ഇവിടെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് ഓൽക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ എന്നൊരു പക്ഷേ ചിലപ്പോ ശുദ്ധാത്മാക്കളായ ആളുകൾ ചിന്തിച്ചെന്നിരിക്കും. അതിന്റെ മറുപടിയാണ് അള്ളാഹു പറയുന്നത്. അവർക്ക് ഈ ഭൗതിക ജീവിതത്തിൽ ചെറിയ വിഭവങ്ങളും സുഖങ്ങളുമുണ്ട്, എന്നാൽ വലഹും അദാബുൻ അലീം, പാരത്രിക ജീവിതത്തിൽ അതിഗുരുതരമായിട്ടുള്ള വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നുമത്തിഉഹും ഖലീലൻ സുമ്മ നൽതറുഹും ഇലാ അദാബിൻ ഖലീൽ എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു സുഖം നമ്മൾ അവർക്ക് ഇവിടെ നൽകും, എന്നിട്ട് നമ്മൾ അവരുടെ കടുത്ത ശിക്ഷയിലേക്ക് നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമെന്ന്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എതിരാളികൾക്ക് ഭൗതിക ലോകത്തെ എന്തെങ്കിലും നേട്ടങ്ങൾ കാണുന്നതിൽ വഞ്ചിതരാകേണ്ടതില്ല. അത് താൽക്കാലിക പരീക്ഷണം മാത്രമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.